प्यारे बच्चों, आदाब। 10वीं जमात के ഓൺലൈൻ ഉറുദു ക്ലാസ് में आप सबका खुश आमदीद। അപ്പോൾ എല്ലാവരെയും 10ാം ക്ലാസ്സിലെ ഉറുദു ക്ലാസ്സിലേക്ക് മാഷ് സ്വാഗതം ചെയ്യാണ്. गुज़रे क्लास में हमने एक नज़म पढ़ी है ना, ये नज़म आपको कैसी लगी? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിത പഠിച്ചു. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ കവിത? ये बहुत अच्छी नज़म है ना बच्चों। इस नज़म में शायर किस बात बयान करते हैं? ഈ കവിതയിലൂടെ എന്ത് കാര്യമാണ് ഇതിൻ്റെ കവി പറയുന്നത്? किसके बारे में इस नज़म में बात करते हैं? ആരെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? अब बता सकते हैं किस बात के बारे में चर्चा करते हैं? बताइए। हाँ, क्या है? मुफलिसी। अच्छा, മുഫ്ലിസുകളെ കുറിച്ചാണ്, അതായത് ദാരിദ്ര്യനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. अच्छा, मुफलिसी के बारे में चर्चा करते हैं। और क्या है? गरीबी। हाँ, गरीबी या मुफलिसी के बारे में ये नज़म में शायर बहुत खूब बयान करते हैं। പാവപ്പെട്ടവരുടെയും അതുപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെയാണ് ഈ കവിതയിൽ കവി പറഞ്ഞിട്ടുള്ളത്. और क्या है इस नज़म में? क्या है? मुफलिसी है, गरीबी है, और क्या है? क्या है? हाँ, मुफलिस का दर्द। इसमें मुफलिस का दर्द भी बयान करते हैं। അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ ആ വേദന അല്ലെങ്കിൽ കാഠിന്യം കൂടി ഇതിൽ ആ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട്. इसमें मुफलिस का दर्द भी बहुत खूब शायर बयान करते हैं। हमारे समाज में बहुत गरीब लोग हैं। നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ട്. हमारे गाँव में भी, हमारे बस्ती में भी, हमारे वतन में भी, यहाँ ही नहीं सारी दुनिया में बहुत गरीब लोग हैं. ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിലും അതുപോലെ ടൗണുകളിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും എല്ലായിടത്തും ലോകത്ത് മൊത്തം ഇത്തരം പാവപ്പെട്ട ആളുകളുണ്ട്. बहुत भूखे लोग हैं. ഭൂക്കെ ലോകം എന്ന് പറഞ്ഞാൽ വിശക്കുന്ന ആളുകൾ, വിശപ്പുള്ള ആളുകൾ. आपके गाँव में ही नहीं बल्कि हमारे देश में भी बहुत गरीब लोग हैं. നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും മറിച്ച് നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള ആളുകൾ കാണാൻ സാധിക്കും. और दुनिया के हर जगह में बहुत बहुत गरीब लोग हैं. ലോകത്തിൽ എല്ലായിടത്തും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, പാവപ്പെട്ട ആളുകൾ ഉണ്ട്. यहाँ हमारे शायर नज़ीर अकबराबादी की नज़म सताती है मुफलिसी. ഇവിടെ നമ്മുടെ കവി നസീർ അക്ബറാബാദിയുടെ കവിതയിൽ इस नज़म में भी इस तरह गरीबों के मुश्किलात बड़ी खूबी से बयान किए हैं. ഇവിടെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ പ്രതിപാദിച്ചു, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്നു. मुफलिस का दर्द, मुफलिस की बातें यहाँ बहुत खूब बयान किए हैं. ദാരിദ്ര്യത്തിൻ്റെ ആ കാഠിന്യം അല്ലെങ്കിൽ ആ ഒരവസ്ഥ, അതുപോലെ തന്നെ ഒരു ദരിദ്രൻ്റെ ആവലാതികളൊക്കെ വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ഈ കവിതയിൽ നമുക്ക് കാണിച്ചു തന്നു. प्यारे बच्चों, हम इस नज़म का एक बंद, इसका पहला बंद हम एक बार सुने. നമുക്ക് ആദ്യത്തെ ആ വരികളൊന്നും കൂടി കേൾക്കാം. जब आदमी देखिए, हमको एक साथ ये हम पढ़ें, ये बंद हम साथ पढ़ें. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അത് വായിച്ചു കഴിഞ്ഞു. മാഷ ഒന്നുകൂടി അത് വായിക്കുകയാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വാട്സപ്പ് നമ്പർ അയച്ചു തന്നാൽ ഞാൻ സെപ്പറേറ്റ് അയച്ചു തരുന്നുണ്ട്, പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട എന്നുള്ളതിലൊക്കെയാണ് ഞാൻ ഇതിനർത്ഥം പ്രത്യേകിച്ച് ഇനി വിശദീകരിച്ച് പറയാത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഈ വരികളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എൻ്റെ കഴിഞ്ഞ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. मैं पढ़ूं, आप भी उसके साथ पढ़िए. जब आदमी के हाल पे आती है मुफलिसी, किस किस तरह उसको सताती है मुफलिसी. जब आदमी के हाल पे आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी. प्यासा तमाम रोज़ बिठाती है मुफलिसी, भूखा तमाम रात
सुलाती है मुफलिसी, ये दुख वो जाने जिस पे के आती है मुफलिसी। बच्चों, क्या आप बता सकते हैं इस अशआर में नज़ीर अकबर आबादी ने क्या बताया है? അപ്പോൾ കുട്ടികൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഈ കവിതയിലെ കവി എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളതെന്ന്? किसके बारे में बताया है? ആരെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? बताइए, किसके बारे में है? जब आदमी के हाल पे आती है मुफलिसी। നിങ്ങൾ പറയൂ ആരെക്കുറിച്ചാണെന്നുള്ളത്. അതായത് ഒരു ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരവസ്ഥയിൽ ദാരിദ്ര്യം വരുമ്പോൾ, അതായത് അവൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പൈസ ഒന്നും ഇല്ലാത്ത വളരെ ദയനീയമായിരിക്കുന്ന അവസ്ഥയിൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. किस किस तरह उसको सताती है मुफलिसी। അത് പലതരത്തിലും അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും. അതായത് ദാരിദ്ര്യം അവനെ പലതരത്തിലും അവനെ വിഷമിപ്പിച്ചു കൊണ്ടേയിരിക്കും. किसके बारे में है? बताइए, क्या है? मुफलिसी के बारे में। अच्छा, ഇനി നിങ്ങൾ പറയൂ ആരെക്കുറിച്ചാണ് പറയുന്നത് ഈ കവിതയിൽ? അതെ, മുഫ്ലിസിക്ക ബാരമ, അതായത് പാവപ്പെട്ടവൻ്റെ ദരിദ്രൻ്റെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. मुफलिसी के बारे में बयान करते हैं नज़ीर अकबर आबादी। मुफलिसी या गरीबी या भूख, मुफलिसी या गरीबी या भूख के बारे में इस नज़म में चर्चा करते हैं। അപ്പോൾ ഇതിൽ ദരിദ്രൻ്റെ അല്ലെങ്കിൽ അരീബ് എന്നാൽ പാവപ്പെട്ടവൻ, അതുപോലെ തന്നെ ഭൂക്ക് എന്നാൽ വിശക്കുന്നവൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. और क्या क्या बताते हैं? क्या बताते हैं बच्चों? इसमें किसका हाल बयान करते हैं शायर? किसका हाल बयान करते हैं? मुफलिस लोगों का हाल शायर यहाँ बयान करते हैं। മാഷയുടെ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ദേഷ്യം വരരുത്. അപ്പോൾ മുന്നേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലേക്ക് ശരിക്കും ആഴത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ഒരു പല പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും ഒരുപാട് വർഷം പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ദേഷ്യം വെക്കണ്ട. അപ്പോൾ ദരിദ്രൻ്റെ അവസ്ഥ ശരിക്കും വിശദീകരിക്കുകയാണ് ഈ കവിതയിൽ എന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. बच्चों, मुफलिसी या गरीबी आदमी को किस किस तरह सताती है? इस अशआर में शायर बताया है मुफलिसी किस तरह इंसान को सताती है, किस तरह सताती है। ये इस शेर में शायर खूब बयान किया है। क्या അപ്പോൾ ഈ കവിതയിൽ കവി ഒരു പാവപ്പെട്ടവനെ ദാരിദ്ര്യം എങ്ങനെയൊക്കെയാണ് സത്താത്തി എന്നാൽ ഉപദ്രവിക്കുക, എങ്ങനെയൊക്കെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവനെ എന്താ പറയുക, ആ ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം അവനെ എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെട്ടത്, എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. बता सकते हैं किस तरह है? बताइए। प्यासा तमाम रोज़ बिठाती है मुफलिसी। ഇതിൽ പറയുന്നത് ദാരിദ്ര്യം അവനെ ദാഹത്തിൽ ഇരുത്തിക്കളയും, അതായത് ഓരോ പ്രയോഗങ്ങളാണ്. അതായത് അവനെ വളരെ വിഷമിപ്പിക്കും, ദാഹത്തിലേക്ക് ചിലപ്പോൾ കുടിക്കാനൊന്നുമില്ലാതെ തീരെ ഒന്നുമില്ലാത്ത രീതിയിലാക്കും എന്നൊക്കെയുള്ള ഒരു ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു വിഷമത അല്ലെങ്കിൽ ആ ദ്രോഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ പദപ്രയോഗങ്ങളാണ് അതൊക്കെ. भूखा तमाम रात सुलाती है मुफलिसी। രാത്രിയും പകലും അവനെ ഈ ദാരിദ്ര്യം അവനെങ്ങനെ ദ്രോഹിച്ചു കൊണ്ടേയിരിക്കും. इस आदमी को, किस आदमी को? ये प्यासा आदमी है, भूखा आदमी है। അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഏത് തരത്തിലുള്ള, അതായത് വിശക്കുന്നവനായിട്ടുള്ളതും അതുപോലെ ദാഹിച്ചവനായിട്ടുള്ള, പ്യാസ പറഞ്ഞാൽ ദാഹം, മറ്റേത് വിശക്കുന്നതായിട്ടുള്ള ആളുകളും. उसको खाना के लिए कुछ नहीं, वो क्या करते हैं? तमाम रात भूखे सोते हैं और प्यास से रहते हैं। അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കിട്ടാത്ത ആളുകൾ രാത്രിയിലൊക്കെ വിശക്കുന്നതിനായിട്ട് കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ ദാഹിച്ചുകൊണ്ടുള്ള ആ ഒരവസ്ഥയിൽ കിടന്നുറങ്ങുന്നു. അത് വിശപ്പിൻ്റെ ഒരു കാഠിന്യം പറയുകയാണ്. നമ്മൾ തീരെ ഭക്ഷണം കിട്ടാത്ത ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് പലപ്പോഴും ഭക്ഷണം ഒക്കെ കഴിച്ച് ചിലപ്പോൾ വേണ്ടാതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം തീരെ കിട്ടാത്ത ആളുകൾ അവർ രാത്രിയിൽ ഉറങ്ങുന്നത് വളരെ വിശന്നുകൊണ്ടും അതുപോലെ തന്നെ ദാഹിച്ചുകൊണ്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ വരിയിൽ പറഞ്ഞു ദ്രോഹിക്കും, അതായത് രാത്രി കിടക്കുമ്പോൾ ഒക്കെ അവരെ ദ്രോഹിച്ചു പറഞ്ഞാൽ വിശപ്പിൻ്റെ കാഠിന്യം അവർക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ ആയിരിക്കും എന്നൊക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. देखिए बच्चों, ये आदमी
ये मुफलिस आदमी, उसको खाने के लिए कुछ नहीं, पीने के लिए कुछ नहीं, वो भूखे हुए सोते हैं। हम कैसे सोते हैं? हम घर में खाना खाकर सोते हैं, तो गरीब लोग भूखे हुए सोते हैं। ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ മാഷ് പറഞ്ഞത്. അതായത് വിശക്കുന്നവർ, അത് ഭക്ഷണം കഴിക്കാത്തവർ വിശന്നുകൊണ്ട് കിടന്നുറങ്ങുന്നു. നമ്മളൊക്കെ വീട്ടിൽ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു. उसको खाने के लिए कुछ नहीं मिलता, पीने के लिए कुछ नहीं मिलता। इसका आखिरी मिसरा देखिए, शायर क्या कहते हैं? ഇനി അതിന് താഴെയുള്ള അടുത്ത വരി നോക്കൂ, കവി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ये दुख वो जाने जिस पे के आती है मुफलिसी। ये दुख वो जाने, ये दुख वो जाने कि जिस पे के आती है मुफलिसी। അപ്പോൾ ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന ദുഃഖം അവന് മനസ്സിലാകും. അതാണ് കറക്റ്റ് മാഷ് ഒന്നുകൂടി ഊന്നി പറഞ്ഞത്. ദുഃഖ്, അതിൻ്റെ ദുഃഖം, വിഷമം ഒരു ദരിദ്രന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ये दुख वो जाने जिस पे के आती है मुफलिसी। ये दुख कौन जानता है? ये दुख कौन जानता है? किस दुख? मुफलिसी का दुख। मुफलिसी का दुख कौन जानता है? मुफलिसी का दुख मुफलिस ही जानता है। ഒരു ദരിദ്രൻ്റെ ദുഃഖം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാകുന്നത് മറ്റൊരു ദരിദ്രനാണ്. അപ്പോൾ പണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും അറിയാത്ത ആളുകൾക്ക് ഈ വിശക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ദരിദ്രൻ്റെയോ അവസ്ഥകൾ മനസ്സിലാകില്ല എന്നാണ് അതിൽ പറഞ്ഞത്. है और किसी को मालूम नहीं, अमीर लोगों को मालूम नहीं, बड़े बड़े लोगों को मालूम नहीं। मुफलिसी का दुख मुफलिस को ही जानता है। വലിയ വലിയ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ക്യാഷ്വൽ പണക്കാരനൊന്നും ഒരു ദരിദ്രൻ്റെ വിഷമം മനസ്സിലാകില്ല. यही शायर फरमाया है, ये दुख वो जाने जिस पे के आती है मुफलिसी। अब आप देखिए और आपके नोटबुक में इस लिखिए। बच्चों, आप देखिए और आपके नोटबुक में लिख दीजिए। അപ്പോൾ നിങ്ങളോട് നോട്ട് പുസ്തകത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ എല്ലാവരും നോട്ട്സ് എടുത്ത് കണ്ട് ഇത് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. इन अशआर में शायर मुफलिसी के बारे में बहुत खूब बयान करते हैं। एक आदमी की ज़िंदगी में मुफलिसी या गरीबी आ गई तो मुफलिसी उसको किस किस तरह सताती है। वह तमाम रात प्यासा और भूखा रहता है। उसको खाने पीने के लिए कुछ भी नहीं मिलता। मुफलिस का दुख और दर्द मुफलिस ही जानता है। मुफलिस का दुख और दर्द मुफलिस ही जानता है। बच्चों, क्या आपको पहला बंद समझ गया? അപ്പോൾ ഇത്രയും പഠിച്ചതിൻ്റെ ഒരു ചുരുക്കമാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായില്ലേ? ഫസ്റ്റ് ഭാഗം മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ठीक है, बहुत खूब है। तो हम इसका दूसरा बंद देखें। അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വരികൾ നോക്കാം. दूसरा बंद के अशआर आप सुनिए। ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. मुफलिस की कुछ नजर नहीं। अभी हम दूसरा बंद देखें और ये आप तरन्नम से एक बार भी सुनिए। क्या आपको इसका मफ़हूम समझ गया? അപ്പോൾ നിങ്ങൾ രണ്ടാമതൊന്ന് വായിക്കാൻ പറഞ്ഞ്, അപ്പോൾ നിങ്ങൾക്ക് വായിച്ചതൊക്കെ മനസ്സിലായോ എന്നാണ് ചോദിക്കുന്നത്. नहीं, थोड़ा थोड़ा समझ गया है। अच्छा है, तो हमको इसका मफ़हूम देखें। उसके लिए हम आपसे चंद सवाल करें। അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിന് നോക്കാം. बच्चों, शायर कहते हैं मुफलिस की कुछ नज़र रहती है आन पर। यहाँ आन से क्या मुराद है? बच्चों, शायर कहते हैं मुफलिस की कुछ नज़र नहीं रहती है आन पर। ഒരു ദരിദ്രൻ്റെ കണ്ണുകളിൽ ആ സമയത്ത് ഒന്നും വരില്ല. ആ എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ എന്നൊക്കെയാണ് അർത്ഥം. ആ സമയത്ത് മുഫലിസിൻ്റെ കണ്ണുകളിൽ ഒന്നും വരില്ല. എന്താണെന്ന് അടുത്ത വരി പറയും. शायर कहते हैं मुफलिस की कुछ नज़र नहीं रहती है आन पर। यहाँ आन से क्या मुराद है? आपको मालूम है आन।
आन क्या है? आन, आन से मुराद है इज्जत। क्या है? आन से मुराद इज्जत है। इज्जत या लम्हा मुफलिस की അപ്പോൾ ആന് അല്ലെങ്കിൽ ഇസ്സത്ത് അല്ലെങ്കിൽ ലംഹ ഒക്കെ ഒരേ അർത്ഥമാണ് വരുന്നത്. നിമിഷം അല്ലെങ്കിൽ ആ സമയത്ത് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അതിൽ വരുന്നത് കേട്ടോ. की नज़र आन पर नहीं रहता है। मुफलिस की नज़र कहाँ नहीं रहते? आन पर, इज़्ज़त पर नहीं रहता है। मुफलिस की नज़र कहाँ है? अपनी इज़्ज़त में है? नहीं, वह भूखा है। वह तमाम रात भूखे हुए हैं। इसलिए അപ്പോൾ രാത്രി മുഴുവനും വിശക്കുന്നതിനായിട്ടും ദാഹിക്കുന്നതിനായിട്ടും കിടന്നുറങ്ങുന്ന അവന് ദരിദ്രന് വേറൊന്നും നോക്കാനില്ല. ആ സമയത്ത് വേറൊന്നും ചിന്തിക്കാനില്ല, നോക്കാനൊന്നുമില്ല എന്നാണ് ആ വരിയിൽ ഉദ്ദേശിക്കുന്നത്. इसलिए उनकी नज़र कहाँ नहीं? इज़्ज़त पर नहीं। उसका नज़र कहाँ है? अपनी इज़्ज़त पर नहीं है, बल्कि उसकी नज़र अपनी इज़्ज़त पर नहीं है, बल्कि अपने पेट में रोटी मिलने के लिए और भूख मिटाने के लिए है। बच्चों, मुफलिस की नज़र आन पर नहीं रहता। क्यों? उसकी नज़र आन पर, इज़्ज़त पर क्यों नहीं देते? हमने बताया क्यों। वो भूखे हैं, इसलिए उसको क्या नहीं सकते? उसको कोई इज़्ज़त पर नहीं सोच सकता। ഇതൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. അവൻ്റെ വിശപ്പ് കൊണ്ടാണ് അവൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അവൻ്റെ ചിന്തകളൊക്കെ ഇവിടെ ഇല്ലാത്തത്, അവൻ്റെ മനസ്സ് ഒക്കെ ഇവിടെ ഇല്ലാത്തത്. അവൻ്റെ വിശപ്പ് കൊണ്ട് അവൻ വിശപ്പിലിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ സമയത്തൊന്നും അവൻ്റെ നോട്ടം ഒന്നും ഇവിടെ ഇല്ലാത്തത്. भूखा मुफलिस हर वक्त रोटी के बारे में सोचते हैं। അപ്പോൾ വിശന്നുകൊണ്ടുള്ള ഒരു ദരിദ്രന് അവൻ്റെ ചിന്ത എപ്പോഴും റൊട്ടി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, ഭക്ഷണം ആലോചിച്ചു കൊണ്ടേ ഇരിക്കുകയായിരിക്കും. खाना नहीं तो आपकी क्या हालत होगी? बच्चों, खाना नहीं मिले तो आपकी हालत क्या होगी? മാഷ് നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ അപ്പോഴത്തെ ആ സമയത്തൊക്കെ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുന്നത്. सोचिए, हमको खाना नहीं, हमारे घर में खाना नहीं, हम क्या करेंगे? हम भूखे होकर घर में रहेंगे? हमको खाना नहीं मिले तो, हर वक्त खाना नहीं मिले तो हम क्या करेंगे? हाँ, खाना नहीं मिले तो हम खाने तलाश करेंगे. അതെ, നമുക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരം രണ്ട് നേരം കിട്ടുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത്. സ്ഥിരമായിട്ട് മുഴുപട്ടിണിയിലായിട്ട് 2-3 ദിവസമൊക്കെ ഭക്ഷണം ഇല്ലാതാവുമ്പോൾ നമ്മൾ വിശന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും വീട്ടിൽ കിടന്നുറങ്ങുകയില്ല. നമ്മളെന്ത് ചെയ്യും? ഭക്ഷണം തിരഞ്ഞുകൊണ്ട്, തലാഷ് തന്നെ തിരിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും. हम खाने के लिए कोशिश करेंगे, फिर भी नहीं मिले तो, खाना नहीं मिले तो हम क्या करेंगे? हमारे पास खाना नहीं है और दूसरे के पास है, हम भूख के रहते हैं, हम क्या करेंगे? हम अब वह खाना छीन लेंगे, हम आपस में लड़ेंगे. അപ്പോൾ നമ്മൾ ഭക്ഷണം കിട്ടാതെ ആവുമ്പോൾ നമ്മൾ ഭക്ഷണം തിരയാൻ വേണ്ടി പോയിട്ടും തിരഞ്ഞിട്ടും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഒരാളത്ത് കണ്ടു, മറ്റൊരാളത്ത് ഭക്ഷണം ഉണ്ട്, നമുക്ക് നല്ല വിശക്കണമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് തട്ടിയെടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് അടിപിടി കൂട്ടും എന്നൊക്കെയാണ് പറയുന്നത്. इस तरह मुफलिस हर वक्त खाने के लिए आपस में लड़ते हैं. मुफलिस അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ദരിദ്രനായിട്ടുള്ള ആളുകൾ പരസ്പരം പോരടിക്കുന്നത്. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അടിപിടി കൂട്ടുന്നു അല്ലെങ്കിൽ പോരടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. इस खाने मिलने के लिए आपस में लड़ते हैं. वो अपनी जान क्या करते हैं? शायर कहते हैं, देता है अपनी जान वो एक नान पर, एक नान के लिए, एक रोटी के लिए वो अपने जान देने को भी तैयार है. ഇവിടെ പറയുന്നത് അവർ ഓരോരോ റൊട്ടി കഷ്ണത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ തന്നെ
ബലിയർപ്പിക്കാൻ തയ്യാറായിരിക്കും. അതാണ് പറഞ്ഞത്. ആ നിമിഷത്തിൽ അവരുടെ കണ്ണുകളൊന്നും കാണുകയില്ല. അതായത് ഒരു റൊട്ടി കഷ്ണോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് എന്തെങ്കിലും കാണുന്ന സമയത്ത് അവർ വേറൊന്നും അവർ ശ്രദ്ധിക്കില്ല, ഇതിലേക്ക് മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. അപ്പോൾ ആ വിശപ്പിൻ്റെ ആ കാഠിന്യം കൊണ്ടാണ് അവരുടെ ശ്രദ്ധ അതിലേക്ക് മാത്രം പതിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ കടിപിടി കൂടുന്നു, അവരുടെ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറായിരിക്കുന്നു. അപ്പോൾ അത്രക്കും വിശപ്പാണ് അവർക്കുള്ളത്, അല്ലെങ്കിൽ അത്രക്കും ദാരിദ്ര്യമാണ് അവർക്കുള്ളത്. वो अपने जान देने को भी तैयार है। क्यों? वो बहुत भूखे हैं, इसलिए उसको खाना मिलने के लिए वो लड़ने के लिए तैयार है। अगला शेर देखिए, हर आन टूट पड़ता है रोटी के खाने पर। अगला शेर देखिए, हर आन टूट पड़ता है रोटी के खाने पर। അപ്പോൾ ഈ വരിയിൽ ഇവിടെ പറയുന്നത് റൊട്ടിയുള്ള സ്ഥലത്ത് എല്ലാ സമയത്തും അവൻ തകർന്നു വീഴും. ടൂട്ടുപെടുത്താനാണ്, ടൂട്ടാണ് തകരുക. അതൊരു പ്രയോഗമാണ് കേട്ടോ, ഓരോ പദപ്രയോഗമാണ്. അതായത് റൊട്ടിയുള്ള അവിടെ ഈ വിശക്കുന്നവന് അവിടെ പോയിട്ട് വീഴും. അതായത് അപ്പോൾ നമ്മൾ കിട്ടാത്ത സാധനം കിട്ടുമ്പോൾ നമ്മളതിന് വേണ്ടി തിരക്ക് കൂട്ടുന്ന ചെയ്യുമല്ലോ, കടിപിടി കൂട്ടുക, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കരയുക. അതുപോലെ തന്നെ ഇത്തരം റൊട്ടി ഉള്ള സ്ഥലത്ത് പോയി അവർ കടിപിടി കൂട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് തകർന്നു വീഴും അല്ലെങ്കിൽ ചാടി പിടിക്കും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. जिस तरह कुत्ते लड़ते हैं एक उस्तुखान पर। उस्तुखान क्या है? അപ്പോൾ ഈ വരിയിൽ പറയുന്നത് നേരത്തെ തകർന്നു വീഴുക എന്ന് പറഞ്ഞല്ലോ, അത് ഏതുപോലെ എന്ന് പറയാണ്. അതായത് നായ്ക്കൾ ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്നത് പോലെ, അതുപോലെയാണ് ഒരു വിശക്കുന്നവൻ ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നത്. അതാണ് ഇവിടെ ആ വരിയിൽ കാണിക്കുന്നത്. ഉസ്തുഖ എന്ന് പറഞ്ഞാൽ മജ്ജ, എല്ലും കഷ്ണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. उस्तुखान क्या है? हाँ, हड्डी, हड्डी, बोन। एक बोन के लिए, एक हड्डी के लिए कुत्ते आपस में क्या करते हैं? अब देखा है ना, एक कुत्ते को, भूखे हुए एक कुत्ते को क्या मिला? एक हड्डी मिले तो वो क्या करेंगे? वो इस हड्डी के लिए आपस में लड़ेंगे। इसी तरह एक गरीब आदमी भूखे हुए आदमी को, इसी तरह भूखे हुए आदमी को खाने मिले तो वो क्या करेंगे? वो आपस में इस कुत्ते की तरह लड़ेंगे। ये भी शायर कहते हैं, वैसा ही मुफलिसों को लड़ाती है मुफलिसी। मुफलिसी लोगों को इसी तरह लड़ाती है। എന്നിട്ട് കവി പറയാണ്, ഇത്തരത്തിലൊക്കെയാണ് ഒരു ദരിദ്രൻ അവൻ്റെ ഉപദ്രവം, ദാരിദ്ര്യത്തിൻ്റെ ഉപദ്രവം, അല്ലെങ്കിൽ ഈ തരത്തിലൊക്കെയാണ് അടിപിടി കൂടിയിട്ടൊക്കെയാണ് അവൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. प्यारे दोस्तों, अब हम तीसरा बंद देखें। ये बंद आप सुनिए। അപ്പോൾ നമ്മൾ അടുത്ത ഭാഗം കേൾക്കാൻ പോവാണ്. എല്ലാവരും കേൾക്കുക. मुफलिस का दर्द दिल में कोई मुफलिसी मुफलिसी. ഈ കവിത ഞാൻ ഇതിന് കട്ട് ചെയ്തിട്ടുണ്ട്, അത് എല്ലായിടത്തും കട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കേട്ടതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ അർത്ഥം പറയുന്ന സമയത്ത് അതിന് കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി വീഡിയോ കുറേ ലോങ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. बच्चों बताइए, मुफलिस लोगों को क्या क्या मुश्किलात हैं? അപ്പോൾ കുട്ടികളെ നിങ്ങളോട് പറയാണ് ഇനി എന്തൊക്കെയാണ് ഒരു ദരിദ്രൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാണ്. बताइए, मुफलिस लोगों को क्या क्या मुश्किलात हैं? इस शेर में शायर बताया है मुफलिस की मुश्किलात क्या क्या हैं. अब അപ്പോൾ ഈ കവിതയിൽ കവി പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാൻ പോവാണ്. आप बता सकते हैं? हाँ, बहुत अच्छा. क्या बताया? मुफलिस का दर्द कोई अपने दिल में ठानता नहीं. ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത് ഒരു ദരിദ്രൻ്റെ വേദന മറ്റുള്ളവർക്കത് ബാധിക്കില്ല. അതായത് ഒരു ദരിദ്രൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ അത് മെയിൻ്റെ ചെയ്യില്ല, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കതൊരു കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അവൻ്റെ വേദന അവനാണ്, മറ്റുള്ളവർക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പറയുന്നത് ദരിദ്രൻ്റെ വേദന അത് മറ്റുള്ളവരെ ബാധിക്കില്ല. और क्या है? हाँ, आपने खूब कहा. उसको कोई नहीं जानता है. इस गरीब को कोई नहीं जानता है. അതായത് ദരിദ്രൻ്റെ വിശപ്പ് മറ്റുള്ളവർ അറിയില്ല, അതാണ്. और क्या है? उसको कोई पहचानता नहीं. गरीब लोगों को कोई पहचानता ही नहीं. എന്ന് പറഞ്ഞാൽ ആരും അത് തിരിച്ചറിയില്ല,
ആ വിശപ്പ് ആരും അതിൻ്റെ ബുദ്ധിമുട്ട് ആരും തിരിച്ചറിയില്ല. यही है, बहुत अच्छा है। प्यारे दोस्तों, इस तरह गरीब लोगों को उसको समाज में कोई दर्जा नहीं, समाज में उसको कोई दर्जा नहीं, उस ഇത്തരത്തിലുള്ള ആളുകൾക്ക് സമൂഹത്തിൽ യാതൊരു വിലയുമില്ല. അതായത് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ബഹുമാനം ലഭിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുകമ്പ ലഭിക്കുകയോ ഒന്നും ചെയ്യില്ല. അവർ ഒറ്റപ്പെട്ടു പോയത് പോലെ ആയിരിക്കും. അങ്ങനെയാണ് അതിൽ ഉദ്ദേശിച്ച് പറയുന്നത്. उसको कोई नहीं जानता है, उसकी बात कोई नहीं मानता है, उसके ख़ानदान, उसको हस्ब नस्ब, उसके ख़ानदान को भी कोई नहीं जानता है और उसको कोई पहचानता भी नहीं है. അപ്പോൾ കോയി മാനത്ത നഹി പറഞ്ഞാൽ അവൻ പറയുന്നതൊന്നും ആരും ശ്രദ്ധിക്കില്ല, കേൾക്കില്ല. അതുപോലെ തന്നെ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് ആരുടെയും കണ്ണ് തുറക്കുകയുമില്ല. അതുപോലെ അവൻ്റെ ഹസ്ബൻഡ് നസ്ബ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ബാക്കിയുള്ളവരെ കുറിച്ച് ആരും ചോദിക്കുകയൊന്നും ചെയ്യില്ല. അവൻ്റെ കുടുംബത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ചോദിക്കാതെ നിൽക്കില്ല. അവൻ്റെ വാക്കുകൾ ആരും ശ്രദ്ധിക്കുകയുമില്ല. അതുപോലെ അടുത്ത വരിയിൽ പറയുന്നത് അവൻ്റെ ആ വേഷവിധാനം കൊണ്ട് അവനെ തിരിച്ചറിയാനും സാധിക്കില്ല. ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പ് നമുക്കറിയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, അവർ വിശക്കുന്നവനെ നമുക്ക് കാഴ്ചയിലും തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. शायर और क्या कहते हैं, क्या है, यहाँ तक नज़र से उसको गिराती है मुफलिसी, यहाँ तक उसको नज़र से गिराती है मुफलिसी. അപ്പോൾ ഈ വരിയിൽ പറയുന്നത് ആ നിലയിലൊക്കെ അവനെ ദരിദ്രനെ വീഴ്ത്തിക്കളയും. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മേലെ പറഞ്ഞല്ലോ, അത്തരം ബുദ്ധിമുട്ടിലൂടെയൊക്കെ ഇത്തരം ദരിദ്രരെ വീഴ്ത്തിക്കളയും എന്നാണ് പറയുന്നത്. फ़कीर लोगों को, इस गरीब लोगों को लोग क्या करते हैं, नज़रअंदाज करते हैं. बच्चों देखिए, शायर कहते हैं मुफलिस का ज़ात और हस्ब नस्ब कोई जानता नहीं, वह मुफलिस के ख़ानदान को कोई नहीं जानता है. ഖാൻദാൻ എന്ന് പറഞ്ഞാൽ കുടുംബം. മുഫ്ലിസിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. उसकी सूरत भी कोई नहीं पहचानता है. आखिर मिसरा देखिए, शायर कहते हैं यहाँ तक नज़र से उसको गिराती है मुफलिसी. मुफलिस लोगों को क्या करते हैं, लोग नज़रअंदाज करते हैं, उसकी बात नहीं मानता है. हम इसके आखिरी बंद देखें. प्यारे दोस्तों, हम इसका आखिरी बंद देखें. അപ്പോൾ നമുക്കിവിടെ ആ അവസാന ഭാഗം ഒന്നുകൂടെ നോക്കാം. ये नज़म आप सुनिए. दुनिया में लेके शाह से यार ता फकीर, मुफलिसी मुफलिसी मुफलिसी. शायर कहते हैं दुनिया में लेके शाह से ए यार ता फ़कीर. അപ്പോൾ കവി വീണ്ടും പറയാണ്, ഹേ സുഹൃത്തെ, ഒരു ഷാ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയെ വരെ ദാരിദ്ര്യം പിടികൂടാം. ഫക്കീറിനെയും അതുപോലെ തന്നെ ചക്രവർത്തിയെയും ദാരിദ്ര്യം പിടികൂടാം. ഖാലിഖ് നെ മുഫ്ലിസി മെ കിസി കോ കരെ അസീർ. ഇവിടെ കവി ദൈവത്തോട് പറയാണ്, ഒരാളെയും ഇത്തരത്തിൽ ദരിദ്രനാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ ദരിദ്രനായിട്ട് ആക്കാതിരിക്കട്ടെ ആരെയും. അഷ്റാഫ് കോ ബനാത്തി ഹെ യക് ആൻ മെ ഫക്കീർ. അപ്പോൾ ഇവിടെ പറയുന്നത് അഷ്റാഫായിട്ടുള്ള ആളുകൾ, അതായത് സമ്പന്നരായിട്ടുള്ള ആളുകളെ ഒറ്റ നിമിഷം കൊണ്ട് പാവപ്പെട്ടവനായിട്ട് ഫക്കീറായിട്ട് മാറ്റാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അങ്ങനെ ആക്കാതിരിക്കട്ടെ എന്ന് രണ്ടാമത്തെ വരിയിൽ കവി പ്രാർത്ഥിക്കുകയാണ്. ക്യാ ക്യാ മെ മുഫ്ലിസി കി ഖറാബി കഹു നസീർ. അതുപോലെ തന്നെ ഇനി ഇതുപോലെ ദരിദ്രരെ കുറിച്ച് ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത്, അതായത് ഇതിൽ കൂടുതൽ എന്താണ് ഇപ്പോൾ ഞാൻ പറയേണ്ടത് പറയാണ്. അതായത് ഇത്രയും കാഠിന്യമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് സംഭവിക്കുന്നത്, അതൊക്കെ നമ്മൾ കൂടെ കാണിച്ചു തന്നു. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് അവരെക്കുറിച്ച് വിവരിക്കുക എന്ന് കവി നമ്മോട് ചോദിക്കുകയാണ്. വോ ജാനെ ജിസ്കെ ദിൽ കോ ജലാത്തി ഹെ മുഫ്ലിസി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദരിദ്രൻ്റെ മനസ്സിനെ അത് കത്തിക്കുകയാണ്, അതായത് വിഷമിപ്പിക്കുകയാണ്. അത് ഒരു പ്രയോഗങ്ങളാണ് പറയുന്നത്. അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പല കാര്യങ്ങളും മുകളിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ദരിദ്രൻ അവൻ്റെ മനസ്സിനെ കത്തിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സ് വേദനിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ അവൻ്റെ കുടുംബമൊക്കെ വേദനിക്കുകയാണ്. बच्चों,
इस शेर में शायर खुदा से दुआ करते हैं. क्या दुआ करते हैं? शायर खुदा से दुआ करते हैं. ഈ കവിതയിൽ കവി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥിക്കുന്നത്? क्या दुआ करते हैं? बादशाह से लेकर फ़कीर तक किसी को फ़कीर न बनाए, मुफलिस न बनाए. ये खुदा से शायर दुआ करते हैं. എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ചക്രവർത്തിയായിട്ടുള്ള ഒരാളെ പോലും ഒറ്റ നിമിഷം കൊണ്ട് ഒരു പാവപ്പെട്ടവനാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും അല്ലെങ്കിൽ കഴിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആക്കല്ലേ എന്ന് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. और अगला शेर देखिए, शायर कहते हैं अशराफ को बनाती है एक आन में फ़कीर, क्या क्या मैं मुफलिसी की ख़राबी कहूँ नज़ीर, वो जाने जिसके दिल को जलाती है मुफलिसी. बच्चों, यहाँ अशराफ से कौन मुराद है? अशराफ कौन है? शरीफ आदमी. हाँ, शरीफ आदमी. നമ്മൾ തൊട്ട് മുന്നേ വിവരിച്ചതാണ്. അത് മാഷൊന്നും വിവരിച്ച് പറയാണ്. അപ്പോൾ അഷ്റാഫ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കുകയാണ്. അതായത് സമ്പന്നരായിട്ടുള്ള ആളുകൾ, സമൂഹത്തിലെ സമ്പന്നരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് അഷ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പോലും ഒറ്റ നിമിഷം കൊണ്ട് ഫക്കീറാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം ആളുകളെക്കുറിച്ച് ഇനി ഞാൻ എന്താണ് പറയുക, നിങ്ങളോട് പറയേണ്ടത് എന്ന് കവി നമ്മോട് ചോദിക്കുകയാണ്. इस तरह बड़े बड़े लोगों को भी मुफलिसी क्या करते हैं? इसी तरह बड़े बड़े लोगों को भी क्या करते हैं? एक आन में फ़कीर बनाती है, एक आन में फ़कीर बनाती है. इसलिए शायर कहते हैं क्या क्या मैं मुफलिसी की ख़राबी कहूँ नज़ीर, वो जाने जिसके दिल को जलाती है मुफलिसी. क्या आपने सुनी है ना? इसी मतलब में मलयालम में चंद अशर हैं. पूंदानम के चंद अशर भी आप सुनिए. അപ്പോൾ നമ്മൾ ഈ കവിതയിൽ കണ്ടു ഒരു ചക്രവർത്തിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തുള്ള ആളെ പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് ഫക്കീറാക്കുന്ന ഒരു വരി നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെയുള്ള കവിത നമ്മുടെ മലയാളത്തിൽ മഹാകവി പൂന്താനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി പറയാണ്. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. आखिरी शेर में शायर कहते हैं मुफलिसी की ख़राबी के बारे में मैं क्या कहूँ, मुफलिस की मुश्किल के बारे में मैं क्या कहूँ. मुफलिसी क्या है वह सिर्फ मुफलिस ही जानता है और किसी को मालूम नहीं है. അപ്പോൾ അവസാന വരികളിൽ കവി പറഞ്ഞിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് ഞാൻ അവരെക്കുറിച്ച് പറയേണ്ടതെന്ന്. അപ്പോൾ ഒരു ദരിദ്രൻ്റെ അവസ്ഥ മറ്റൊരു ദരിദ്രന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. देखिए बच्चों, अब हम हमारी दरसी किताब की एक सरगर्मी देखें. ഇനി നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിലേക്ക് നോക്കുക. അതിലൊരു പ്രവർത്തനമുണ്ട്, ആക്ടിവിറ്റി ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ അത് നോക്കാൻ പറയാണ്. ये सरगर्मी पढ़िए. जब आदमी के हाल पे आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी. आप इस नज़म बार बार पढ़िए और इसका मफ़हूम समझ लीजिए. उसके बाद आप चुन लीजिए इस नज़म में, ये नज़म के हर अशर बहुत खूबसूरत हैं. आपका पसंदीदा शेर चुन लीजिए और इसका मफ़हूम लिखकर अपने टीचर को भेज दीजिए. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് ആ 2 വരി ശരിക്കും വായിച്ചിട്ട് 1-2-3-4 പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, ആ വരിയുടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും വായിക്കുക, അർത്ഥം വായിച്ച് മനസ്സിലാക്കിയിട്ട് ടീച്ചർക്ക് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അതായത് ആ വരികളിൽ മനസ്സിലായ കാര്യം എഴുതാൻ.
അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. हमारा आज का क्लास ख़त्म होने वाला है. अगले क्लास में हम उसके बाकी हिस्सा देखेंगे. सबको शुक्रिया. खुदा हाफिज़.